So we have to find out the entropy, change in entropy for ice becoming steam. Now the equation for dq we discussed. Dq is equal to c into dt because m is equal to 1. ശരിക്കും ഡി ക്യൂവിൻ്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ്. എം സി ഡി ടി ആണ്. ബട്ട് ഹിയർ യൂണിറ്റ് മാസ് ആയതുകൊണ്ട് നമുക്ക് 1 എന്ന് എഴുതാം. ഈ എക്സ്പ്രഷൻ എങ്ങനെ വന്നു എന്ന് ഞാൻ എഴുതി തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വീഡിയോയിൽ. ദാറ്റ് ഈസ് എം സി ഡി ടി മാസ്, ഒരു എം കിലോഗ്രാം മാസിനെ നമുക്ക് ഹീറ്റ് ചെയ്യണം ബൈ ടെമ്പറേച്ചർ ഡി ടി. ഡി ടി ടെമ്പറേച്ചർ ആണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. T2 നിന്ന് T1 അല്ലെങ്കിൽ T1 നിന്ന് T2 ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിന് ആവശ്യമായ ഹീറ്റാണ് ഡി ക്യു. അപ്പോൾ ഡി ക്യുവിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ മാസ്, എത്ര മാസ് ഉണ്ട് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റ് തന്നെയാണ്. യൂണിറ്റ് മാസിനെ ഒരു 1 കെൽവിൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള അത് എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യേണ്ടി വരും ആ സബ്സ്റ്റൻസിന്, അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഡി ക്യു ഇസ് എം സി. ഇത് യൂണിറ്റ് മാസിന് 1 കെൽവിൻ റൈസിനുള്ള ഹീറ്റാണ് സി എന്ന് പറയുന്നത്. ഇപ്പം ഡി ടി എത്ര കെൽവിൻ റൈസ് ഉണ്ടാവുന്നു അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡി ടി റൈസ് ഇൻ ടെമ്പറേച്ചറിന് ആവശ്യമായ ഹീറ്റ് അബ്സോർപ്ഷൻ. അതാണ് ഡി ക്യു ഈക്വൽ ടു എം സി ഡി ടി. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1 സി ഡി ടി. ഇയർ മാസ് ഇസ് 1 കിലോഗ്രാം. Now the expression for entropy, change in entropy is ds equal to dq by t. Change in entropy expression dq by t ആണ്. dq നമുക്കറിയാം c dt. Therefore to change the temperature from T1 to T2 of the substance, the change in entropy will be integral of this quantity. അല്ലെ, ds നമുക്കറിയാം. Then to find s കാണാൻ എന്ത് ചെയ്യണം? S is integral of, S is equal to integral of T1 to T2 dq by t. കംപ്ലീറ്റ് പ്രോസസ്സിനുള്ള എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഡി ക്യു ഇൻ്റഗ്രേറ്റ് ചെയ്യണം ടോട്ടൽ ഹീറ്റ് ബൈ ടി. അപ്പോൾ നമുക്ക് ഡി ക്യു എന്താണെന്ന് അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് we will substitute that. Therefore S2 minus S1, change in entropy for definite change in temperature from T1 to T2. T1 ൽ നിന്ന് ടെമ്പറേച്ചർ T2 റൈസ് ചെയ്യുമ്പോഴുള്ള എൻട്രോപ്പി ചേഞ്ചിനെ നമുക്ക് S2 മൈനസ് S1 എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ ഫ്രം T1 to T2 dq ഡിവൈഡ് ബൈ T. ഡി ക്യുവിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. യൂണിറ്റ് മാസിന് സി ഡി ടി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ T1 to T2 സി ഡി ടി ബൈ ടി. സി ഇസ് എ കോൺസ്റ്റൻറ്റ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. പിന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്താ ഉള്ളത്? ഇൻ്റഗ്രൽ 1 ബൈ ടി ഡി ടി. ഇൻ്റഗ്രൽ 1 ബൈ ടി ഡി ടി എന്ന് പറഞ്ഞാൽ ലോഗാണ് അല്ലേ. സി ദിസ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇൻ്റഗ്രൽ T1 to T2 ഡി ടി ബൈ ടി. 1 by t dt ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ലോഗ് സി ലോഗ് ടു ബേസ് ഇ ടി. ദെൻ വി ഹാവ് ടു അപ്ലൈ ലിമിറ്റ്സ് T1 ആൻഡ് T2. എന്ത് കിട്ടും? സി ലോഗ് T2 മൈനസ് ലോഗ് ടു ബേസ് സി ആണ്, ലോഗ് ടു ബേസ് സി T1. Therefore this is equal to c into log to base c T2 by T1. ഇത് ലോഗ് ടു ബേസ് ഇ ആണ്, നാച്ചുറൽ ലോഗരിതം ആണ്. അതിനെ നമുക്ക് ലോഗ് ടു ബേസ് 10 ആക്കി കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ 2.3026 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore change in entropy is given by 2.3026 c log to base e T2 by T1. This is the change in entropy. Change in entropy യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ജൂൾ പെർ Kelvin. This much joule per Kelvin is required to change heat, change a substance of 1 kilogram by a
ടെമ്പറേച്ചർ ഡി ടി ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉള്ള എൻട്രോപ്പി ചേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഐസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു 5 പ്രോസസ്സാണ് അല്ലേ, 5 പ്രോസസ്സാണ് നടക്കുന്നത്. ഫസ്റ്റ് ഐസ് അറ്റ് 273 മൈനസ് ടി കെൽവിൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഐസ് അറ്റ് 273 കെൽവിൻ. ആദ്യം ഐസ് മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് അതായത് 273 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യണം. പിന്നെ ഐസ് മെൽറ്റ് ചെയ്യും. മെൽറ്റിംഗ് പോയിന്റ് ആണ് 273. ആ ടെമ്പറേച്ചറിൽ ഐസ് മെൽറ്റ് ചെയ്യും. ദെൻ വാട്ട് ഹാപ്പൻസ്, വാട്ടറായി മാറി. വാട്ടറിനെ പിന്നെ ഹീറ്റ് ചെയ്യണം, ബോയിൽ ചെയ്യിക്കണം, എന്നാലേ സ്റ്റീം ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ടർ മെൽറ്റ് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഐസിൻ്റെ ടെമ്പറേച്ചറിന് ഈക്വൽ ആണ് 273 കെൽവിൻ. ദെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ടു 373 കെൽവിൻ, അതായത് ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിച്ചു. നാലാമത്തെ പ്രോസസ് വാട്ടർ അറ്റ് 373 കെൽവിൻ ഈസ് കൺവേർട്ടഡ് ടു സ്റ്റീം. ബോയിൽ ചെയ്ത് സ്റ്റീമായി കൺവേർട്ട് ചെയ്യുന്നു. അത് ബോയിലിംഗ് പോയിന്റിൽ തന്നെയാണ് നടക്കുന്നത്, 373 കെൽവിനിൽ നടക്കുന്ന പ്രോസസ്സ്. അഞ്ചാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ഇസ് ഇൻക്രീസ്ഡ് ടു T ഡിഗ്രി സെൽഷ്യസ് അബോവ് 373 കെൽവിൻ. ബോയിലിംഗ് പോയിന്റിനേക്കാളും T ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ്. 5 പ്രോസസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പി ചേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് ഇസ് ഐസ് change in entropy when temperature of ice increases from T degree Celsius below the normal melting point to normal melting point. അതായത് 273 മൈനസ് ടി കെൽവിനിൽ നിന്ന് 273 കെൽവിനിലേക്ക് ഐസിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. ഈ സമയത്തുള്ള ചേഞ്ച് ഇൻ എൻട്രോപ്പി നമുക്ക് നേരത്തെ കണ്ട എക്സ്പ്രഷൻ വെച്ച് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്, MCDT, DQ is MCDT, ആ ഇക്വേഷൻ വെച്ച് നമുക്ക് കിട്ടിയതാണ് 2.3026 C log to base E 273 ഡിവൈഡഡ് ബൈ T2/T1 ആയിരുന്നു. അവിടെ ഇപ്പോൾ 273 ഡിവൈഡഡ് ബൈ 273 മൈനസ് ടി. ഇവിടുത്തെ സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐസ് ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ടാവും, വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.1 × 10⁻³ ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. ദെൻ ഇഫ് ടെമ്പറേച്ചർ T ഈസ് ഓൾസോ ഗിവൺ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈ കേസിൽ. ഇനി അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. ഐസ് 273 മൈനസ് ടി കെൽവിനിൽ നിന്നും 273 കെൽവിനിലേക്ക് റൈസ് ചെയ്യാനുള്ള എൻട്രോപ്പി ചേഞ്ച് അത് കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് പ്രോസസ് ചേഞ്ച് ഓഫ് എൻട്രോപ്പി വെൻ ഐസ് അറ്റ് 273 കെൽവിൻ മെൽറ്റ്സ് ടു വാട്ടർ അറ്റ് 273 കെൽവിൻ. അപ്പം 273 കെൽവിനിലുള്ള ഐസിന് വാട്ടറായി കൺവേർട്ട് ചെയ്യുന്നു, മെൽറ്റിംഗ് ചെയ്യുന്നു, മെൽറ്റ്സ് അറ്റ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പം ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹീറ്റിൻ്റെ ഇക്വേഷൻ സാധാരണ ടെമ്പറേച്ചർ ഐസിൻ്റെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞു MC∞ ആണെന്ന്. ഇൻ ദിസ് കേസ് ദ എക്സ്പ്രഷൻ ഫോർ DQ ഈസ് ML. DQൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു M is മാസ് ഇൻറ്റു L. ഫ്യൂഷനാണ് നടക്കുന്നത്, അതായത് സോളിഡ് ലിക്വിഡ് ആണ് ആവുന്നതെങ്കിൽ, മെൽറ്റിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ L ഈസ്, നിങ്ങൾക്ക് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നതാണ്, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. വേപ്പറൈസേഷൻ ആണ് നടക്കുന്നതെങ്കിലോ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. ഇവിടെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്, കാരണം ഐസ് മെൽറ്റ് ചെയ്ത് ലിക്വിഡായി മാറുകയാണ്. ഇതിൽ T ഒന്നുമില്ല, എക്സ്പ്രഷൻ്റെ അകത്ത് മാസ് ഇൻറ്റു ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ചേഞ്ച് ഇൻ ഹീറ്റ് ടെമ്പറേച്ചർ ഒന്നും നടക്കുന്നില്ല. Therefore we can write ds as, ds എന്താണ്? dQ/T. dQ is ml, മാസ് 1 ആണ്, യൂണിറ്റ് മാസ് ആണ്. T എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് 273 കെൽവിൻ, കെൽവിൻ സ്കെയിലാണ് എഴുതേണ്ടത്. ml/273, where m is mass, here it is 1 kilogram.
Then latent heat of fusion of ice അതും തന്നിട്ടുണ്ടാവും. Li equal to 3.3 into 10 raised to 5 joule per kilogram. This is latent heat of fusion of the ice. So we can calculate this by Li by 273. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി, ഈ പ്രോസസ്സിലെ ചേഞ്ച് ഇൻ എൻട്രോപ്പി കിട്ടി. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്? വാട്ടർ അറ്റ് 273 കെൽവിൻ ഇസ് ഹീറ്റഡ് ടു വാട്ടർ അറ്റ് 373 കെൽവിൻ. അപ്പോൾ സ്റ്റീമായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം വാട്ടർ ഹീറ്റ് ആവണം, ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തണം. ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റിലെ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ടു ചേഞ്ച് ദിസ് പ്രോസസ്. ആ ഹീറ്റ് നമുക്ക് നേരത്തെ കണ്ട എക്സ്പ്രഷനാണ് എം സി തീറ്റ ഓർ എം സി ഡി ടി. അത് ഇൻ്റഗ്രേറ്റ് ചെയ്തു, എം സി ഡി ടി ബൈ ടി ഇൻ്റഗ്രേറ്റ് ചെയ്തു. വി ഗെറ്റ് 2.3026 C into log T2 by T1. Here T2 is 373 Kelvin and T1 is 273 Kelvin. The specific heat capacity വാട്ടറിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 4200 അല്ലെങ്കിൽ കറക്റ്റ് വാല്യൂ 4185 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we can calculate change in entropy during this process. Next process is water the temperature increase ചെയ്തു, boiling point എത്തി. Now water is converted into steam at boiling point. The next process is conversion of water into steam. Change of entropy when water at 373 Kelvin is converted into steam at 373 Kelvin. 373 Kelvin എന്ന് പറഞ്ഞാൽ 100 degree Celsius boiling point of water. വാട്ടറിനെ സ്റ്റീമായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിലുള്ള ചേഞ്ച് ഇൻ എൻട്രോപ്പി കാണണം. അപ്പോൾ ഈ കേസിലും ഡി ക്യൂയുടെ വാല്യൂ എന്താണ്? ds is dq by T and dq here is mass into latent heat of vaporization. ഇവിടെ നമ്മൾ LS എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, സ്റ്റീമിൻ്റെ ആയതുകൊണ്ട് മാസ് ഇൻറ്റു latent heat of vaporization of steam, that is denoted by LS. So dq കിട്ടി, then ds is dq by T. Temperature at which the boiling takes place is 373 Kelvin. Therefore, ds is LS by 373. M 1 ആണ്, അതുകൊണ്ട് LS by 373. LSൻ്റെ വാല്യൂ, അതായത് latent heat of vaporization of steam is 226 into 10 raised to 4 joule per kilogram. ഈ വാല്യൂ തന്നിട്ടുണ്ടാവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ചേഞ്ച് ഇൻ എൻട്രോപ്പി കാണാം ഈ പ്രോസസ്സിൽ. ഇനിയും കഴിഞ്ഞിട്ടില്ല. there are 5 പ്രോസസ്. അഞ്ചാമത്തെ പ്രോസസ്സ് എന്താണ്? Steam at 373 Kelvin is superheated to T degree Celsius. 373 plus T Kelvin. അപ്പോൾ നമ്മുടെ സ്റ്റീം ഇപ്പോൾ ബോയിലിംഗ് പോയിന്റിലാണ്, 373 കെൽവിനിലാണ്. അതിനെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് 373 പ്ലസ് T കെൽവിനിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സ്പ്രഷനാണ് ds ഈക്വൽ ടു 2.3026 C log to base C. T2 log to base 10 ആണ് കേട്ടോ, നാച്ചുറൽ ലോഗരിതം അല്ല, log to base 10ലാണ് നമുക്ക് 2.3026 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം വി ഗെറ്റ് 2.3026 C log to base C T2 by T1. ഫൈനൽ ടെമ്പറേച്ചർ ബൈ ഇനീഷ്യൽ ടെമ്പറേച്ചർ T1. നമുക്ക് T2 T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T2 എന്ന് പറഞ്ഞാൽ 373 പ്ലസ് T കെൽവിൻ ആണ്, ഡിവൈഡഡ് ബൈ 373 കെൽവിൻ. നൗ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സ്റ്റീം അതും തന്നിട്ടുണ്ടാവും. സ്റ്റീമിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.02 into 10 raised to 3 joule per kilogram per Kelvin. Now substitute these values.
നമുക്ക് 5 പ്രോസസ്സാണുള്ള 5 പ്രോസസ്സിലെയും എൻട്രോപ്പി ചേഞ്ചസ് തമ്മിൽ ആഡ് ചെയ്യണം. Then we get the entropy change during whole process, that is conversion of ice at T degree Celsius below melting point to steam which is T degree Celsius above boiling point. ഈ പ്രോസസ്സിൽ നമ്മൾ 5 പ്രോസസ്സ് നടന്നു. അതിലെല്ലാത്തിലും നമ്മൾ എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിച്ചു. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കാൻ പറ്റും.